72 ദിവസം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് അർജുന്റെ ലോറി കരക്കെത്തിച്ചപ്പോൾ ബാക്കിയായത് ചില കണ്ണീർ കാഴ്ചകൾ. ലോറിയിൽ നിന്ന് അർജുൻ യാത്രയിൽ ഉപയോഗിച്ച ഒട്ടുമിക്ക വസ്തുക്കളും കണ്ടെടുത്തു. അർജുന്റെ ബാഗ്, 2 ഫോണുകൾ, പാചകത്തിനുപയോഗിക്കുന്ന കുക്കർ ഉൾപ്പെടെയുള്ള പാത്രങ്ങൾ, വാച്ച്, ചെരിപ്പുകൾ എന്നിവയാണ് കണ്ടെടുത്തത്. മകന്റെ കളിപ്പാട്ടവുമുണ്ടായിരുന്നു അർജുന്റെ ലോറിയിൽ. ഈ കളിപ്പാട്ടം ലോറിയിൽ ക്യാബിന് മുന്നിൽ വെച്ചാണ് അർജുൻ യാത്ര ചെയ്തിരുന്നത്. മകന് വേണ്ടി അർജുൻ വാങ്ങി നൽകിയതായിരുന്നു ഇതെന്ന് അനിയൻ അഭിജിത്ത് പറഞ്ഞു. പിന്നീട് തിരികെ പോയപ്പോൾ ഈ കളിപ്പാട്ട വണ്ടിയും അർജുൻ കൂടെ കൊണ്ടുപോവുമായിരുന്നു. ഇത്തരം കുഞ്ഞു കളിപ്പാട്ടങ്ങളാണ് അർജുൻ മകന് വാങ്ങിക്കൊടുത്തിരുന്നത്. ഇന്ന് രാവിലെയാണ് ഗംഗാവലി പുഴയിൽ നിന്ന് ലോറി പൂർണ്ണമായി കരക്കെത്തിച്ചത്. ലോറി കരക്കെത്തിച്ച സമയത്ത് ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്നും അസ്ഥികൾ കണ്ടെത്തിയിരുന്നു. ക്യാബിന്റെ ഭാഗത്തുള്ള ചെളി നീക്കിയപ്പോഴാണ് അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കിട്ടിയത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് അർജുന്റെ ശരീരഭാഗങ്ങളും ലോറിയും ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്തിയത്. അർജുന്റെ മൃതദേഹം നാളെ കുടുംബത്തിന് വിട്ടു നൽകും. മൃതദേഹത്തെ കർണാടക പോലീസും അനുഗമിക്കും. പോലീസ് സംരക്ഷണയോടെ ആയിരിക്കും കേരളത്തിലേക്കുള്ള യാത്ര. മൃതദേഹം എങ്ങനെ കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകും. നാളെ ഉച്ചയോടെ DNA പരിശോധനാ ഫലം എത്തും. എല്ലിൻ്റെ ഒരു ഭാഗമെടുത്താണ് മംഗളൂരു FSL ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. കാർവാർ ആശുപത്രിയിലുള്ള മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു. ലോറിയിൽ നിന്നും അർജുൻ ഉപയോഗിച്ച ഓരോ വസ്തുക്കളും നോക്കി പെറുക്കിയെടുക്കുന്ന അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും അനിയൻ അഭിജിത്തും അവിടുത്തെ ചങ്കുലയ്ക്കുന്ന കാഴ്ചയായി മാറുന്നു. ഒന്നും വിടാതെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടതെല്ലാം ബാക്കി വെച്ച് പ്രിയപ്പെട്ടവരെ തനിച്ചാക്കി കണ്ണാടിക്കൽ വീട്ടിലേക്ക് ചേതനയറ്റ് തിരികെ വരാനൊരുങ്ങുകയാണ് അർജുൻ. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.